ചോദ്യം വായിക്കുക. തുടർച്ചയായ 4 ഒറ്റ സംഖ്യകളുടെ തുക 976 ആയാൽ ഇതിലേറ്റവും ചെറിയ സംഖ്യ ഏത്? നമുക്കിതിന് 2 തരത്തിൽ ചെയ്യാം. ഇപ്പോൾ തുടർച്ചയായ 4 ഒറ്റ സംഖ്യകളെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒറ്റ സംഖ്യകൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇപ്പോൾ 13 ഒറ്റ സംഖ്യകൾ, 13, അടുത്തത് 15 ഉണ്ടോ? 2 കൂടി പോകുന്നതാണ് ഒറ്റ സംഖ്യകൾ. ഇരട്ട സംഖ്യയും അങ്ങനെ തന്നെയാണ്, 2 കൂടി പോകും. എണ്ണൽ സംഖ്യയാകുമ്പോഴാണ് 1 കൂടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റ സംഖ്യ ആദ്യത്തെ എക്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എക്സ് എന്നെടുത്താൽ അടുത്ത ഒറ്റ സംഖ്യ എന്തായിരിക്കും? എക്സ് പ്ലസ് 2 കൂടി പോകണ്ടേ? അടുത്തത് എക്സ് പ്ലസ് 4 ഉണ്ടോ? വീണ്ടും എക്സ് പ്ലസ് 6. ഇതാണ് നമ്മൾ ആ 4 ഒറ്റ സംഖ്യ എടുത്തിരിക്കുന്നത്. ഇനി എന്താണ്? ഇവയുടെ തുകയാണ് 976 എന്ന് വെച്ചാൽ ഈ 4 ഒറ്റ സംഖ്യ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 976. അപ്പോൾ ഈ 4 ഒറ്റ സംഖ്യ നമുക്കൊന്ന് കൂട്ടാം. അതുപോലെ എക്സിൽ അങ്ങനെ കൂട്ടിക്കേ. 1x, 2x, 3x, 4x. അപ്പോൾ എക്സ് എല്ലാം കൂടെ കൂട്ടിയപ്പോൾ 4x കിട്ടി. ഇനി സംഖ്യ കൂട്ടിക്കുക. 2ഉം 4ഉം 6, 6ഉം 6ഉം 12. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ 4x + 12 കിട്ടി. അതാണ് 976. ഇവിടെ എക്സ് കണ്ടുപിടിച്ചാൽ മതി. 4x എത്രയായിരിക്കും? 976 പ്ലസ് 12 അങ്ങോട്ട് പോകുമ്പോൾ -12. അപ്പോൾ 4x എത്ര? 976 12 സബ്ട്രാക്ട് ചെയ്ത് നോക്കിക്കേ. 964 കിട്ടും. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 964/4. സൈഡിൽ ഡിവൈഡ് ചെയ്താലും മതി. ഞാനിവിടെ വെട്ടിക്കളയുവാണ്. 9 എത്ര പ്രാവശ്യമുണ്ട്? 4. 2 പ്രാവശ്യം. 24 8 ശിഷ്ടം 1. 16 4 പ്രാവശ്യം. ശിഷ്ടം ഒന്നുമില്ല. 4 4 ഒരു പ്രാവശ്യം. അപ്പോൾ എക്സിൻ്റെ വില നമുക്ക് കിട്ടി 241. എക്സ് ആണ് നമ്മുടെ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 241. ഇതാണ് ഒരു മെത്തേഡ്. ഇനി ഈ ചോദ്യം തന്നെ നമുക്ക് വേറൊരു മെത്തേഡ് ചെയ്യാം. അതിനെന്ത് ചെയ്യണം? നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ നോക്കുക. തുടർച്ചയായ 4 ഒറ്റ സംഖ്യകളുടെ തുക ആണ് 976. എങ്കിൽ അവയുടെ ശരാശരി എത്രയായിരിക്കും? ശരാശരി എന്ന് വെച്ചാൽ തുക എന്ന് പറയുന്ന ആളെ എണ്ണം കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 976 4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം? 2 തവണ ശിഷ്ടം 1, 4 തവണ ശിഷ്ടം 1, 4. നമുക്ക് 244 എന്നാണ് ശരാശരി കിട്ടുന്നത്. തുടർച്ചയായ 4 ഒറ്റ സംഖ്യകളാണ്. ഒറ്റ സംഖ്യയുടെ ശരാശരിയാണ് 244. അപ്പം നമുക്ക് വേണ്ടത് ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യ അഥവാ ഓഡ് നമ്പർ എന്ന് പറയുന്ന ആളാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുക, ഈ വന്നിരിക്കുന്ന ശരാശരി നമുക്ക് ഈ വേണ്ടതായ ഒറ്റ സംഖ്യയാണോ? അല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഒറ്റ സംഖ്യ പറഞ്ഞ് 240 ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള ഒറ്റ സംഖ്യ പറഞ്ഞ് ഏതൊക്കെയായിരിക്കാം? 243, 245. അപ്പോൾ നമുക്ക് 2 ഒറ്റ സംഖ്യ കിട്ടി. 4 ഒറ്റ സംഖ്യ വേണം. അപ്പോൾ ഈ 245 കഴിഞ്ഞിട്ടുള്ള പറ 247. 243 ഇപ്പുറത്തുള്ള ആരാ? 241. ഇതാണ് ആ 4 ഒറ്റ സംഖ്യകൾ. കണ്ടോ? അതിൽ ചെറിയ സംഖ്യ ഏതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആ ചെറിയ സംഖ്യ ആരാണ്? 241. ഉണ്ടോ? ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നമുക്ക് കോമ്പറ്റേറ്റീവ് മാത്സിന് നല്ലത്. ഇനിയല്ല എക്സിറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ചോദ്യം വായിക്കുക. 2 സംഖ്യകളുടെ അംശബന്ധം 2:3 അവയുടെ ഉസാഖ 12 ലസാഗു എത്ര? അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമുക്കിങ്ങനെ അംശബന്ധം തന്നിട്ട്, ഇപ്പോൾ അംശബന്ധം എത്ര? 2:3. ഉസാഖ തന്നിട്ടുണ്ട്. ഉസാഖ എത്രയാണ്? HCF 12. ഇതുകൊണ്ട് ലസാഗു ചോദിക്കാം. നമുക്ക് ചെറിയ സംഖ്യ ഏതാണ്, വലിയ സംഖ്യ ഏതാണെന്ന് ചോദിക്കാം. ഇപ്പോൾ നമുക്ക് ലസാഗു ആണ് ചോദിക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് കിട്ടും. അത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇതിനകത്ത് സംഖ്യകളെ കൂടെ കണ്ടുപിടിക്കുന്നത് പഠിച്ചേക്കാം. എങ്ങനെയാണ്? വേറൊന്നുമില്ല, ഈ തന്നിരിക്കുന്ന അംശബന്ധം കൊണ്ട് നമുക്കിവിടെ ഇൻഡിവിജ്വൽ മാത്രം മതി. കണ്ടോ? 2 × 12. അപ്പോൾ എത്ര കിട്ടാം? ഫസ്റ്റ് സംഖ്യ 24. അതുപോലെ 3 × 12 36. അപ്പോൾ സംഖ്യകൾ ചോദിച്ചാൽ 24, 36 സംഖ്യകൾ. ചെറിയ സംഖ്യ 24, വലിയ സംഖ്യ 36. ഇനി LCM ചോദിച്ചാൽ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് LCM കണ്ടുപിടിക്കാം. ഇങ്ങനെ 24, 36 എടുത്തിട്ട് നമ്മളിങ്ങനെ LCM കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഉണ്ടോ? ഇവിടെ 2 കൊണ്ട് പറ്റും, നമുക്ക് 12 കൊണ്ട് തന്നെ പറ്റും. ഉണ്ടോ? 12, 2 24, 12 3 36. അങ്ങനെ 12 × 2 × 3 നമുക്ക് 72 എന്ന് നമ്മുടെ LCM കിട്ടും. ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ വലിയ സംഖ്യ പറഞ്ഞു, ചെറിയ സംഖ്യ പറഞ്ഞു,
LCM പറഞ്ഞു. ഇനി LCM മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല. അത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ ചോദ്യത്തിൽ LCM എന്നാണ് ചോദിച്ചിരിക്കുന്നത്. LCM കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാര്യം രണ്ടു സംഖ്യകളുടെ അംശബന്ധം എന്ന് വെച്ചാൽ ഇവിടെ 2:3 എന്ന അംശബന്ധം തന്നിട്ടുണ്ട്. നമ്മുടെ HCF എന്ന് പറഞ്ഞ ഉസാഖയും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുണ്ടാകണം. ഏതൊക്കെയാണ്? രണ്ട് സംഖ്യകളുടെ അംശബന്ധം ഉണ്ടായിരിക്കണം. അവയുടെ HCF തന്നാൽ LCM കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമാണ്. എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ ഈ അംശബന്ധങ്ങളുടെ ഗുണനഫലം പറയും. 2 × 3 എത്രയാണ്? 6. ആ കിട്ടുന്ന 6 എന്ന് പറയുന്ന സംഖ്യ എന്താണോ കിട്ടുന്നത് അതിനെ നമ്മുടെ HCF കൊണ്ട് ഗുണിക്കുക. അത്രേ ഉള്ളൂ. 12 × 6 എത്രയാണ്? 72 നമ്മുടെ ആൻസർ. ഉണ്ടോ? അപ്പം നമ്മളത് നേരത്തെ സംഖ്യകൾ വേണ്ടതുകൊണ്ടാണ് നമ്മൾ ആദ്യം സംഖ്യകൾ, വലിയ സംഖ്യയും ചെറിയ സംഖ്യയും എല്ലാം കണ്ടുപിടിച്ച് നമ്മൾ അവിടെ LCM കണ്ടുപിടിച്ച് അങ്ങനെ വേണം ചെയ്യാം. പിന്നെ LCM മാത്രമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ മാത്രം ചെയ്താൽ മതി. വളരെ പെട്ടെന്ന് നമുക്ക് ഇതിനകത്ത് ആൻസർ ഒപ്പിക്കാം. ചോദ്യം വായിക്കുക. ഒരു പരീക്ഷയിൽ ഓരോ ശരി ഉത്തരത്തിനും 4 മാർക്ക് വീതം കിട്ടുന്നു. ഓരോ തെറ്റ് ഉത്തരത്തിനും 1 മാർക്ക് വീതം കുറക്കുന്നു. 100 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയപ്പോൾ 100 മാർക്ക് കിട്ടി എങ്കിൽ ശരിയായി ഉത്തരം എഴുതിയ ചോദ്യങ്ങളുടെ എണ്ണം എത്ര? ഇപ്പം നിങ്ങളാണ് ഈ പരീക്ഷ എഴുതിയെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എത്ര? 100 ചോദ്യമുണ്ട്. നിങ്ങൾ ആ 100 ചോദ്യവും ഉത്തരം എഴുതി. അതിൽ കുറേ എണ്ണം ശരിയായിരുന്നു, കുറേ എണ്ണം തെറ്റായിരുന്നു. ശരിയായ ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് 4 മാർക്ക് വീതം കിട്ടി. തെറ്റായ ചോദ്യത്തിനൊക്കെ ഓരോ മാർക്ക് വീതം കുറഞ്ഞു. ഇപ്പം 100 ചോദ്യത്തിൽ ഇപ്പം നിങ്ങളൊരു 30 ചോദ്യം ശരിയായി എഴുതിയെന്ന് വിചാരിക്കുക. ബാക്കി എത്ര ചോദ്യമുണ്ട്? 100 - 30 70 ചോദ്യം എന്തായിരിക്കും? തെറ്റായിരിക്കും. അപ്പോൾ ആ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം എത്രയാണോ ശരി 100 - അത് അത്രയും തെറ്റുണ്ടാകും കേട്ടോ. അപ്പോൾ 30 ശരിയുണ്ടെങ്കിൽ 30 എണ്ണമാണ് ശരി എഴുതിയെങ്കിൽ 70 തെറ്റായിരിക്കും. അപ്പോൾ 100 - 30 70 തെറ്റായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നു X ഉത്തരങ്ങൾ എനിക്ക് ശരിയായി ലഭിച്ചു. അപ്പോൾ എത്ര തെറ്റായിട്ട് കിട്ടി? 100 - X ചോദ്യങ്ങൾ എനിക്ക് തെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കാര്യം എത്രയാണ് ആകെയുള്ളത്? 100 അപ്പം ശരിയായിട്ട് X എണ്ണം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയെങ്കിൽ നമുക്ക് പറയാം അടുത്ത എന്തായിരിക്കും? 100 - X ഉത്തരങ്ങൾ തെറ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ഈ ശരിയായി എഴുതിയ X ഉത്തരങ്ങൾക്ക് എല്ലാത്തിനും എത്ര മാർക്ക് വെച്ച് കിട്ടി? 4 മാർക്ക് വീതം കിട്ടി. തെറ്റായ 100 - X ചോദ്യങ്ങളുണ്ടല്ലോ അതിനൊക്കെ എത്ര മാർക്ക് വെച്ച് പോയി? -1 മാർക്ക് വെച്ച് പോയി. അങ്ങനെ എനിക്ക് X ഉത്തരങ്ങൾക്ക് 4 മാർക്ക് വീതവും പിന്നെ 100 - X ബാക്കിയുള്ള ചോദ്യങ്ങൾക്കെല്ലാം 1 മാർക്ക് വീതം പോകുകയും ചെയ്തു. അതെല്ലാ മാർക്കും കൂടെ കൂട്ടിയപ്പോഴാണ് എനിക്ക് എത്ര ആകെ കിട്ടിയിരിക്കുന്നത്? 100 മാർക്ക് കിട്ടിയിരിക്കുന്നത്. ശരിയായ ഉത്തരങ്ങളുടെ മാർക്കും തെറ്റായ ഉത്തരങ്ങളുടെ മാർക്കും എല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ ഫൈനൽ മാർക്ക് കിട്ടുക. ഫൈനൽ മാർക്ക് എത്രയാണ്? 100 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. എങ്ങനെയാണ്? 4 × X എന്നുള്ളത് 4X ആണ്. ഇവിടെ 100 × -1 ആണ് കേട്ടോ. 100 × -1 -100. ഇനി -X × -1 എന്ന് വെച്ചാൽ +X. അതാണ് 100 എന്ന് പറയുന്നത്. കണ്ടോ? അപ്പുറത്തുള്ള 100 വ്യത്യാസമില്ല. ഇനി ഇവിടെ ഈ 4Xും 1Xും കൂടെ ഞാൻ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നു? 5X എന്ന് കിട്ടുന്നു. അപ്പുറത്തൊരു 100 കിടപ്പുണ്ട്. ഈ -100നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +100 എന്നായി. കണ്ടോ? അപ്പോൾ 5X = 200 എന്ന് കിട്ടി. അപ്പോൾ X എത്ര കിട്ടി? 200/5. 200/5 എത്ര? 40. ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് 40 ചോദ്യങ്ങൾ ശരിയായി എഴുതി. ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വിലയിട്ട് കൊടുത്തേ. 40 ചോദ്യങ്ങൾ ശരിയായി എഴുതിയപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? 40 × 4 160 മാർക്ക് കിട്ടി. 40 ചോദ്യങ്ങൾ ശരിയായപ്പോൾ 60 ചോദ്യങ്ങൾ തെറ്റായില്ലേ? 60 ചോദ്യങ്ങൾക്ക് 1 മാർക്ക് വീതം പോയി. അപ്പോൾ 60 മാർക്ക് കുറഞ്ഞു. 160 കിട്ടിയായിരുന്നു, 60 മാർക്ക് പോയി. മിച്ചം എത്ര മാർക്കുണ്ട്? കണ്ടോ? 100 മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ ശരിയായ ചോദ്യങ്ങളുടെ എണ്ണം 40, തെറ്റായ ചോദ്യങ്ങളുടെ എണ്ണം 60. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ ശരിയായി ഉത്തരമെഴുതിയ ചോദ്യങ്ങളെന്നാണ്. അപ്പം ഉത്തരം എത്രയാണ്? 40 എന്നാണ് നമ്മുടെ ആൻസർ. ചോദ്യം വായിക്കുക. 2, 5, 8 എക്സെട്ര എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിൻ്റെ വർഗ്ഗമാണ് 2500? അപ്പോൾ ഇവിടെ ഏതോ ഒരു പദമുണ്ട്.
ആ പദത്തിൻ്റെ വർഗ്ഗമാണ് ഈ ശ്രേണിയിൽ വന്നിരിക്കുന്ന ഒരു പദം. ഇപ്പോൾ 8 എന്ന് പറയുന്ന ഒരു പദമുണ്ട്, അതിൻ്റെ വർഗ്ഗമാണെങ്കിൽ 64. അപ്പോൾ നമുക്ക് വേണ്ടതാണ് 64 വേണ്ടത്, 64ൻ്റെ വർഗ്ഗമൂലമായ 8 നമുക്കവിടെ പദമായിട്ട് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ 2500 എന്ന് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ, 2500 എടുക്കണ്ട. 2500ൻ്റെ വർഗ്ഗമൂലമായ 50 എന്ന് പറയുന്ന ആൾ ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് എന്ന് ചെക്ക് ചെയ്താൽ മതി. നമുക്കറിയാം ഇവിടെ ആദ്യ പദം, നമ്മുടെ ശ്രേണിയുടെ ആദ്യ പദം എത്രയാണ്? 2 എന്നാണ്. ഇനി പൊതുവ്യത്യാസം എത്രയാണ്? സമാന്തര ശ്രേണിയാണ്, കണ്ടോ 3 കൂടി പോകുന്നു. 2 + 3 5, 5 + 3 8, അപ്പോൾ 3 കൂടി പോകും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 50 ആണ്. ആ 50 നമുക്ക് AN എന്ന് എടുത്താൽ മതി. 50 അവസാന പദം. ഇനി നമുക്ക് എണ്ണം കണ്ടുപിടിക്കാൻ, എത്രാമത്തെ പദമാണെന്ന് വെച്ചാൽ എണ്ണം കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടല്ലേ. എങ്ങനെയാണ്? AN - A1/D + 1 എന്ന് വെച്ചാൽ അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറക്കണം, ആ കിട്ടുന്ന സംഖ്യയെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ആ കിട്ടുന്ന ആൻസറിനോട് 1 കൂട്ടണം. 50ൽ നിന്ന് 2 പോയാൽ 48, 48നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, +1. 48/3 16. ഇനി ഒന്നുകൂടെ കൂട്ടുക, അപ്പോൾ എത്ര കിട്ടാം? 17. അപ്പോൾ 17ാമത്തെ പദമാണ് നമ്മുടെ 50. ആ 50ൻ്റെ വർഗ്ഗമാണ് 2500. ഇപ്പോൾ 2500 ഏതാണെന്നല്ലേ ചേർക്കേണ്ടത്, 50 എന്ന് പറയുന്ന പദമാണ് നമുക്ക് വേണ്ടത്. ഉണ്ടോ? അപ്പോൾ നമ്മൾ 17ാമത്തെ പദമാണ് 50, ആ 50ൻ്റെ വർഗ്ഗമാണ് 2500. അപ്പോൾ നമുക്ക് വേണ്ടത് 17ാമത്തെ പദം, 17 എന്നാണ് ആൻസർ. ചോദ്യം വായിക്കുക. 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്ര? നമ്മളിതൊരു ഇക്വേഷനൊക്കെ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അല്ലേ? എമൗണ്ട് = P × 1 + R/100 റൈസ് ടു n എന്ന് പറഞ്ഞ് 2 വർഷം കിട്ടുന്ന കൂട്ടുപലിശക്ക് 2 വർഷം കിട്ടുന്ന 2 വർഷം കഴിഞ്ഞ് കിട്ടുമ്പോൾ n എന്നുള്ളത് 2 ആകും. P എന്നുള്ള വില ഇവിടെ ഉണ്ട്, 25,000 രൂപ. R എന്നുള്ള 8% കൊടുത്തു കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞ് നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്ന തുക, ആകെ തുക കിട്ടും. അതും നമ്മുടെ 25,000 തമ്മിലുള്ള വ്യത്യാസം എടുക്കുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. ഇതൊക്കെ ഒരു പഴയ മെത്തേഡാണ്, ഇതൊക്കെ നമ്മളിപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. നമുക്കിവിടെ ചെയ്യേണ്ട കാര്യത്തേ ഉള്ളൂ, കൂട്ടുപലിശയാണെന്ന് ഓർത്തോണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 25,000 രൂപ അങ്ങോട്ട് എഴുതുക, ഇൻറ്റു ആദ്യ വർഷം 8% എനിക്ക് പലിശ കിട്ടി. അപ്പോൾ 8/100 ഞാൻ 0 വെട്ടി, 250 × 8 എന്ന് പറയുമ്പോൾ 25 8 200, അപ്പോൾ 2000 രൂപയാണ് ആദ്യ വർഷം എനിക്ക് പലിശ കിട്ടുന്നത്. അപ്പോൾ ഒന്നാമത്തെ വർഷം എനിക്ക് 2000 രൂപ കിട്ടി, രണ്ടാമത്തെ വർഷവും എനിക്ക് 2000 രൂപ കിട്ടും, നിർബന്ധമാണ്, കിട്ടിയേ പറ്റൂ. പിന്നെ എന്തുകൂടെ കിട്ടും? ഈ 2000 രൂപയുടെ 8% കൂടെ കിട്ടും, അതാണ് കൂട്ടുപലിശ. ഉണ്ടോ? 2000 രൂപയുടെ 8% കൂടെ കണ്ടുപിടിച്ചാൽ മതി. ആദ്യ വർഷം 2000 കിട്ടി, രണ്ടാം വർഷം ഈ 2000 പ്ലസ് ഈ 2000 രൂപയുടെ 8%. മനസ്സിലായോ? അപ്പോൾ 160 രൂപ കിട്ടും. ഉണ്ടോ? അപ്പം ആദ്യം 2000 കിട്ടി, പിറ്റേ വർഷം 2000 ഒരു 160, എല്ലാം കൂടെ കൂട്ടിക്കുക. 2000 2000 4000, 4000 160 കൂടെ 4160 രൂപ നമുക്ക് പലിശ കിട്ടും. നമുക്ക് ഇങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ ഉപയോഗിച്ചാലും ആൻസറിന് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല, ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് 4160 രൂപ. ചോദ്യം വായിക്കുക. കലയുടെ വയസ്സിൻ്റെ 9 മടങ്ങിനോട് 5 കൂട്ടിയാൽ അവളുടെ അച്ഛൻ്റെ വയസ്സ് കിട്ടും. അച്ഛൻ്റെ വയസ്സ് 50 ആയാൽ കലയുടെ വയസ്സ് എത്ര? അപ്പോൾ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് കലയുടെ വയസ്സാണ്. അപ്പം ഞാൻ ആ കലയുടെ വയസ്സ് എന്നുള്ളത് എക്സ് എന്ന് എടുക്കാൻ, കല എന്ന് പറയുന്ന ആളുടെ വയസ്സ് എത്രയാണ്? എക്സ് ആണ്. ഇനി ചോദ്യം വായിച്ചേ. കലയുടെ വയസ്സിൻ്റെ 9 മടങ്ങിനോട് എന്ന് വെച്ചാൽ കലയുടെ വയസ്സ് എക്സ് ആണ്. അപ്പോൾ 9 മടങ്ങാകുമ്പോൾ 9x. അതിനോട് എത്ര? 5 കൂട്ടുക എന്ന് വെച്ചാൽ 9x കൂടെ 5 കൂട്ടുക. ആ 5 കൂട്ടുമ്പോഴാണ് ആരുടെ കിട്ടുക? അച്ഛൻ്റെ വയസ്സ് കിട്ടുക, അല്ലേ? ഇനി ആ അച്ഛൻ്റെ വയസ്സ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 50 പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ 9x എന്ന് പറയുന്ന ആളുടെ 5 കൂട്ടിയാൽ എത്ര കിട്ടും? 50 കിട്ടും. ഇനി പറ, 9x എന്നുള്ള എത്രയായിരിക്കാം?
50 പ്ലസ് 5 അങ്ങോട്ട് പോകുമ്പോൾ -5. അപ്പോൾ 9x എത്ര? 45. 50 നിന്ന് 5 പോയാൽ 45 അല്ലേ? ഈ എക്സ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കാം? 45/9 എത്ര പ്രാവശ്യം? 5 തവണ. ഈ എക്സ് എന്ന് പറയുന്നത് കലയുടെ വയസ്സാണെന്നറിയാലോ. അപ്പോൾ കലയുടെ വയസ്സ് എത്ര കിട്ടി? 5 എന്നാണ് നമ്മളുടെ ഓപ്ഷൻ എ. ഓപ്ഷനാണ് 5. ഇതൊക്കെ ചെറിയ ക്വസ്റ്റ്യനാണ്. ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്സ് തീരെ അറിയാൻ പാടില്ലാത്തവർക്ക് ചിലപ്പോൾ ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇത്തിരി അറിയാവുന്നവർക്കൊക്കെ ഇതിൽ എളുപ്പമായിട്ട് തോന്നും. അറിയാൻ പാടില്ലാത്തവർ വീണ്ടും ഇത് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഇത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ചോദ്യം വായിക്കുക. 2.5 സ്ക്വയർ മൈനസ് 1.5 സ്ക്വയർ. നമുക്കിത് 2-3 തരത്തിലൊക്കെ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ആദ്യം നമുക്കിതിനെ നമ്മൾ സാധാരണ പഠിച്ചിരിക്കുന്ന മിക്സഡ് ഫ്രാക്ഷനെ ഫ്രാക്ഷനാക്കി ചെയ്യുന്നതും കാണിച്ചു തരാം, അല്ലാതെ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചും കാണിച്ചു തരാം. നമ്മുടെ ചോദ്യം നോക്കിയാൽ 2.5 സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2.5 സ്ക്വയർ മൈനസ് 1.5 സ്ക്വയർ. നമുക്കിതിന് മിക്സഡ് ഫ്രാക്ഷൻ ആക്കുന്ന ഈ 2 × 2 ഗുണിക്കുക 4, 4 + 1, അപ്പം 5/2 എന്നാണ് 2.5 എന്ന് പറയുന്ന ആളുടെ ഫ്രാക്ഷൻ ഫോം. അതിലേക്ക് സ്ക്വയർ ഉണ്ട്. അതുപോലെ ഇവിടെ എങ്ങനെ ഇത് തമ്മിൽ ഗുണിക്കുക 2 × 1 + 1, അപ്പോൾ 3/2 എന്നാണ് 1.5 എന്ന് പറയുന്ന ആളുടെ ഫ്രാക്ഷൻ ഫോം. ഇനി സ്ക്വയർ എടുക്കുക. 5ൻ്റെ സ്ക്വയർ എത്ര? 25. 2ൻ്റെ സ്ക്വയറും പറഞ്ഞാൽ 4. അതുപോലെ ഇവിടെ 3ൻ്റെ സ്ക്വയർ 9/4. 4 കോമൺ ഫാക്ടറായിട്ട് താഴെ കാണിച്ചാൽ മതി. 2 പൊതുവായിട്ടുള്ളതുകൊണ്ട് കോമൺ ആയിട്ട് കാണിക്കാം. 25 - 9 എന്ന് മുകളിൽ കാണിക്കുക. 25ൻ്റെ 9 എത്ര? 16. താഴെ 4 ഉണ്ട്. 16/4 എത്രയാണ്? 4 എന്ന് നമ്മുടെ ഇവിടെ ഓപ്ഷൻ കിടപ്പുണ്ട്. ബി ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. നമുക്കിതല്ലാതെ കൂടെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. നോക്കിക്കോണേ. ഈ ചോദ്യം തന്നെ നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം. നമ്മളത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടിയാണ്. ഇവിടെ a² - b² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. വളരെയധികം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഇക്വേഷൻ ഫോമാറ്റ് എങ്ങനെയാണ്? a + b × a - b. അപ്പോൾ a + b × a - b എന്ന് രണ്ടാക്കി നമുക്ക് എഴുതാം. ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ 2.5 സ്ക്വയർ എന്നുണ്ട് അല്ലേ, -1.5 സ്ക്വയർ എന്നുണ്ട്. ഈ 2.5 സ്ക്വയറിനകത്ത് 2.5 വേണം a ആയിട്ട് എടുക്കാൻ. 1.5 സ്ക്വയറിനകത്തുള്ള 1.5 വേണം b ആയിട്ട് എടുക്കാൻ. അപ്പോൾ അതനുസരിച്ച് എയും ബിയും നമുക്ക് കിട്ടിയെങ്കിൽ a + b × a - b എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കാം? 2.5 + 1.5, അതാണ് a + b. അതിനെ മൈനസ് ഇട്ട് പറ. 2.5 - 1.5. കണ്ടോ? ഇനി 2.5 1.5 കൂടെ നമുക്ക് എങ്ങനെ പ്ലസ് ചെയ്യാം? ഈ 2 1 കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 3 എന്നായി. 1/2 കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 1 അങ്ങനെ 3 1 4 എന്ന് നമുക്ക് പറയാം. ഇനി 2.5 നിന്ന് 1.5 എങ്ങനെ കുറക്കാം? ഈ 1/2 അങ്ങോട്ട് കുറക്കുമ്പോൾ അങ്ങ് പോയി. 2ൻ്റെ അകത്തുനിന്ന് ഒരു 1 കുറച്ചാൽ എത്ര? 1. എന്നുവെച്ചാൽ 2.5 അകത്തുനിന്ന് 1.5 പോയാൽ മിച്ചം 1 ഉള്ളൂ. അപ്പോൾ ആൻസർ 4 × 1 എത്ര കിട്ടി? 4. അപ്പോൾ എങ്ങനെ ചെയ്താലും ആൻസർ മാറില്ല. ഇത് കുറച്ചുകൂടെ നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഏത് മെത്തേഡ് ചെയ്താലും ആൻസറാണ്. ചോദ്യം ഒന്ന് വായിച്ചേ. 3/50, 4/40, 5/30, 6/20 ഇവയിൽ വലുതേത്? ഇത് ചെയ്യുന്നതിന് മുൻപ് ഒരു ചെറിയൊരു കാര്യം പഠിപ്പിച്ചു തന്നിട്ട് ഒന്നുകൂടെ ക്വസ്റ്റ്യനോട് വരാം. എന്താണ് a⁻n? ഒരു സംഖ്യയ്ക്ക് തന്നെ 2 പവർ വന്നാൽ അത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യണം. ദാറ്റ് ഈസ് a⁻m × n. അപ്പോൾ തിരിച്ചു കൊടുത്തോണം. a⁻m × n എന്ന് വന്നാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇപ്പോൾ 3/7 × 5 എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 3/7 എന്നിട്ട് 5 ഇങ്ങനെ പുറത്ത് കാണിക്കാം. അതുകൂടെ ഓർത്തിരുന്നേക്കണം. ഇതാണ് ഇവിടെ ചെയ്യാൻ പോകുന്ന നിയമം. ഇതറിയാമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഫുള്ള് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനിലോട്ട് വരും. അപ്പോൾ ചോദ്യം ഒന്നുകൂടെ നോക്കിക്കേ. 3/50, 4/40, 5/30, 6/20. ഇങ്ങനെ പവറിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആ പവർ എല്ലാം ഈക്വൽ ആക്കാൻ ശ്രമിക്കണം. എന്നിട്ട് ബേസ് എലമെൻറ്റ് വലുത് ഏതാണോ അതിന് വലുതായിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ ഇവിടെ പവർ കണ്ടോ? 50, 40, 30, 20 ഇതെല്ലാം വ്യത്യസ്തമായ പവറുകളാണ്.
അപ്പോൾ നമുക്ക് ആ സംഖ്യ ഒരുമിച്ചാക്കാൻ നമുക്ക് നോക്കണം. അപ്പോൾ വന്നിരിക്കുന്ന പവറുകൾ ഏതെങ്കിലും ഒരു സംഖ്യയുടെ ഗുണിതമാണോ നോക്കണം. ഇവിടെ 50, 40, 30, 20 എന്ന് വെച്ചാൽ നമുക്ക് വലിയ ഗുണിതമായിട്ട് പറയുമ്പോൾ 10ൻ്റെ ഗുണിതമായിട്ട് പറയാം. 5ൻ്റെ ഗുണിതമാണ്. അത്രയും വരുമ്പോൾ നിങ്ങൾ വലിയ സംഖ്യ ആക്കേണ്ടി വരും. ഇതിനൊക്കെ നല്ലത് 50, 40, 30, 20. ഇയാളുടെ HCF എത്രയാണെന്നാണ് കറക്റ്റ് നോക്കേണ്ടത്. അത് 10 അപ്പോൾ 10ലേക്ക് മാറ്റണം ഇയാളെ. കണ്ടോ? അപ്പോൾ 3/50 ഞാൻ എങ്ങനെ മാറ്റുമെന്ന് നോക്കുമ്പോൾ ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന 3 ഈ 50 എന്നുള്ളത് 5 × 10, 10ൻ്റെ ഗുണിതമായിട്ട് മാറ്റി. അപ്പോൾ എങ്ങനെ പറയാം? നമ്മളിപ്പോൾ പറഞ്ഞ A/m × n എന്ന ഫോർമാറ്റായി. അപ്പോൾ നമുക്കെങ്ങനെ എഴുതാം? A/m⁴n. അപ്പോൾ അത് എത്ര കിട്ടി? 3/5 കണ്ടുപിടിക്കുക. 3 × 3 × 3 × 3 × 3. അത് 243 കിട്ടും. ആ 10 അവിടെ കിടന്നോട്ടെ, ഇനിയൊന്നും ചെയ്യേണ്ട അയാളെ. അതുപോലെ അടുത്ത ആളെ മാറ്റിക്കുക. 4/40 എങ്ങനെയായിരിക്കാം? 4/4 × 10 എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പറഞ്ഞ പോലെ മാറ്റിക്ക്. 4/4 ഒരു 10 പുറത്തും വന്നു. 4/4 എന്ന് പറയുമ്പോൾ എത്ര? 4 × 4 × 4 × 4. 4 പ്രാവശ്യം ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര? 256 കിട്ടും. ആ 10 പുറത്ത് കിടപ്പുണ്ട്. ഇതുപോലെ 5/30 മാറ്റിക്ക്. 5/30 എങ്ങനെ മാറ്റും? 5/3 × 10 ആണെന്നറിയാം. 3 ഇവിടെ കാണിച്ചു, 10 പുറത്തും കാണിച്ചു. ഉണ്ടോ? 5/3 എന്നുള്ള 5 × 5 × 5 125 റേസ് ടു 10 ഇവിടെ കിടക്കട്ടെ. ഇതുപോലെ 6/20 എങ്ങനെ പറയും? 20 എന്നുള്ളത് 2 × 10 അപ്പോൾ 2 അകത്ത് കാണിക്കണം, 10 പുറത്ത് കാണിക്കണം. 6/2 എന്ന് വെച്ചാൽ 6 × 6 36, 10 മുകളിലുണ്ട്. ഇപ്പം നോക്കിക്കേ, നമ്മൾ ഈ സംഖ്യകളൊക്കെ നോക്കിക്കേ. ഈ 4 സംഖ്യകൾ നോക്കിക്കേ. കണ്ടോ? എല്ലാത്തിൻ്റെയും പവർ 10 അല്ലേ? ഇനി നമുക്ക് എളുപ്പം പറയാം. താഴെ വന്നിരിക്കുന്ന സംഖ്യ ഏതൊക്കെയാണ് ഏറ്റവും വലുത്? 243, 256, 125, 36. അതിലേതാ വലിയ സംഖ്യ? 256 വലുത്. അപ്പോൾ നമുക്ക് പറയാം 4/40 ഇതിൽ വലിയ സംഖ്യ. ചെറിയ സംഖ്യ ചോദിച്ചാൽ നമുക്കൊണ്ട് 36 ചെറുത്. എന്ന് വെച്ചാൽ 6/20 ചെറുത്. കണ്ടോ? ഇനി അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ കാണിക്കണമെങ്കിൽ, ആരോഹണക്രമത്തിലോ അവരോഹണക്രമത്തിൽ കാണിക്കണമെങ്കിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അവയുടെ പവറുകളെല്ലാം ഈക്വലാക്കി കൊണ്ടുവരാനായിട്ടൊരു ശ്രമം നടത്തിയാൽ മതി. അപ്പോൾ ആൻസർ കിട്ടും. ചോദ്യം വായിക്കുക. 37² - 3² ഓൾ ഡിവൈഡഡ് ബൈ 34ൻ്റെ മൂല്യം എത്ര? നമുക്ക് നോക്കാം. 37² നമ്മുടെ ചോദ്യം തന്നിരിക്കുന്നത് ഞാൻ എഴുതിയിടുകയാണ്. 37² - 3² ബൈ 34. നമുക്ക് വേണമെങ്കിൽ ഇവിടെ 37ൻ്റെ സ്ക്വയർ സൈഡിൽ കണ്ടുപിടിക്കാം. 3ൻ്റെ സ്ക്വയറും കണ്ടുപിടിച്ച് സബ്ട്രാക്ട് ചെയ്യാം. അതിനേക്കാൾ നല്ലത് A² - B² എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അയാളുടെ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ A + B × A - B എന്നാണ്. അത് ഓർത്തിരിക്കാൻ എളുപ്പമാർഗ്ഗം, ആദ്യം അത് എക്സ്പാൻഡ് ചെയ്യുന്നതിന് എളുപ്പമാർഗ്ഗമുണ്ട്, നോക്കിക്കോണം. ആ സ്ക്വയർ ഇല്ലാതെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 37 - 3 ഉണ്ടോ? സ്ക്വയർ ഇല്ലാതെ പറയുക. ഇനി അത് തന്നെ പ്ലസ് ഇട്ട് പറഞ്ഞേക്കാം. 37 + 3 ഉണ്ടോ? അതാണ് എൻ്റെ എളുപ്പമാർഗ്ഗം. അതിൻ്റെ എക്സ്പാൻഷൻ പഠിക്കാനുള്ള എളുപ്പമാർഗ്ഗം അതാണ്. A² - B² ആണ്. ആ സ്ക്വയർ ഇല്ലാതെ പറഞ്ഞു 37 - 3. അത് തന്നെ 37 + 3 പറഞ്ഞേക്കാം. A + B × A - B എന്നാണ് ആ ഇക്വേഷൻ്റെ പേര്. A² - B² എന്ന് വന്നാൽ A + B × A - B എന്ന് എഴുതാം. ഇനി പറ, 37 നിന്ന് 3 പോയാൽ 34 എന്നാണ് ഫസ്റ്റ് ബ്രാക്കറ്റ് നമുക്ക് കിട്ടുക. 37 3 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടാം? 40 എന്ന് കിട്ടാം. താഴെയും ഒരു 34 ഉണ്ട്. ആ 34 വെട്ടിപ്പോവുകയും ആൻസർ എത്ര കിട്ടി? 40 എന്ന് കിട്ടി. നമ്മുടെ ഡി ഓപ്ഷനാണ് നമ്മുടെ ആൻസർ.